പെങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് ചുമ്മാ സമയം കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നു. സഹോദരി, ഇതിലെ മുഴുവൻ പണങ്ങൾ സ്വീകരിച്ചിട്ട് അതിന് പകരമായി സ്വർണ്ണക്കട്ടകൾ നിറയ്ക്കൂ. സാർ, ഒരു മിനിറ്റ് അങ്ങോട്ട് ഇരുന്നോളൂ. ആയിക്കോട്ടെ സഹോദരി. താൻ പോയില്ലേ ഇതുവരെ? എന്റെ അവസ്ഥ അത്രേ കഷ്ടമാണ്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആവാറായി. ഇതുവരെ ഞാനുള്ള ഒരു ആഗ്രഹവും സാധിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് വരുന്ന ആനിവേഴ്സറിക്കെങ്കിലും എന്തെങ്കിലും മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അതിന് 1 ഗ്രാമിന്റെ പൈസക്ക് 1 പവന്റെ മാല എങ്ങനെ കിട്ടാനാ? വേണ്ട പെങ്ങളെ, ഞാൻ പലതവണ എങ്ങനെയെങ്കിലും അടച്ചോളാം. ദേവി, ഇവിടെ EMI സംവിധാനമൊന്നുമില്ല. കൈ പൈസ കൊടുക്കുക, ഇവിടെ സ്വർണ്ണമില്ല. അപ്പഴാ പാവം സഹോദരൻ, എന്നാൽ കയ്യിൽ നിന്ന് ഞാൻ ചെയ്തേ മതിയാവും. സെക്യൂരിറ്റി വിളിക്കണ്ടെങ്കിൽ ഇറങ്ങി പോടോ. റെഡി ആയിട്ടുണ്ട് സാർ, വന്നോളൂ. താങ്ക് യു സാർ. എന്താണ് ഞാൻ ഈ കാണുന്നത്? ഈ സഹോദരൻ എന്റെ കണ്ണ് നനയിക്കും. സഹോദര, മതി സഹോദര, അരുത്. മറ്റു പണക്കാരെ കാണുന്നവരും എന്നെ കാണേണ്ട സഹോദര. കാരണം എനിക്ക് താങ്കളുടെ സാഹചര്യം മനസ്സിലാവുന്ന കണക്ക് വേറെ ആർക്കും മനസ്സിലാവില്ല. കാരണം ഞാൻ താങ്കളുടെ സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്നവനാണ്. സഹോദര, ഇതെല്ലാം ഒരു നിമിത്തമാണ്. ദൈവമാണ് എന്നെ താങ്കളുടെ മുമ്പിൽ എത്തിച്ചത്. ഞാൻ ആരായാലും എനിക്ക് വിഷയമില്ല സഹോദര. താങ്കളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 2300 ഉള്ളു. ധാരാളം സഹോദര, തരൂ. കണ്ണുകൾ തുടച്ചു കരങ്ങൾ നീട്ടു സഹോദര. ഇതാ സഹോദര, ഇനി താങ്കളുടെ ഭാര്യയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി താങ്കൾ ബുദ്ധിമുട്ടേണ്ടതില്ല. ഇതെന്താ അമേരിക്കൻ എക്സ്പ്രസ് കാർഡാ? അതേ സഹോദര, ഇപ്പോൾ താങ്കളുടെ ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റിയാൽ പിന്നെ ആഗ്രഹങ്ങൾക്ക് ഒരു പന്നവും കാണില്ല. മാത്രമല്ല, അത് പിന്നെ താങ്കൾക്ക് വലിയൊരു തലവേദനയുമാവും. അതുകൊണ്ട് ഇദ്ദേഹത്തെ കണ്ടെന്ന് ഒപ്പിട്ട് കൊടുക്കേണ്ട താമസം. ബാക്കിയെല്ലാം ഇദ്ദേഹം നോക്കിക്കോളും.